നമസ്കാരം. സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് അതേസമയം ഒരല്പം വെറൈറ്റി ആയിട്ട് കുറച്ച് കാപ്സിക്കം ഒക്കെ ചേർത്തിട്ട് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ അടിപൊളി ടേസ്റ്റിൽ ഈ കറി ഒന്ന് ചെയ്ത് നോക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് മീഡിയം സൈസിലുള്ള 3 സവോള ചെറുതായി അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം കറിവേപ്പില, അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് അതങ്ങ് ചേർത്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. പച്ചമുളകും സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് കേട്ടോ. 1/4 ഭാഗം മതി. ഒരുപാടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടില്ല. ഇത്രയും ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി ഒരു വെറൈറ്റി ആയിട്ട് മാറും, നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തി, പൂരി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് നമുക്ക് നല്ല കോമ്പിനേഷനായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ചോറിലേക്കാണ് കേട്ടോ. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർക്കുന്നത് അത്ര നന്നായിട്ടുണ്ടാവില്ല, ഇതേപോലെ പേസ്റ്റ് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറി വരണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ക്യാപ്സിക്കവും സവോളയും പച്ചമുളകും ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി മുളക് പൊടി. ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തത്. അല്ലെങ്കിൽ നമുക്കൊരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം ഉണ്ട് കുരുമുളക് പൊടി, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇതെല്ലാം പൊടികളെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയുടെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകാതെ ഇരിക്കും. നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ കരിഞ്ഞു പോകാതെ ഇതിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ട് കരിയില്ലത്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഇതിൽ നിന്നിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ഇല പുതിന, 2 തണ്ട് മല്ലിയില ഇത്രയും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മല്ലിയില ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയൊക്കെ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയി വരുന്നത്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചോറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ കറി കുറച്ച് ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പൊറോട്ടയോ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം മാത്രം മതിയാകും. ഞാൻ പറഞ്ഞില്ലേ, ചോറിനായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അല്പം ഗ്രേവി ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അതേ വീണ്ടും തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വന്നോട്ടെ. അപ്പോൾ
അത്യാവശ്യം തക്കാളിയൊക്കെ കൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 3/4 കിലോ ചിക്കനാണ്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരല്പം നാരങ്ങാനീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് ചിക്കൻ്റെ ലിവർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ചിക്കൻ്റെ ലിവർ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അത് ഫ്രൈ ചെയ്താൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ കറിയിലേക്ക് ചേർത്താൽ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഇവിടെ ആരും കഴിക്കില്ല. അതുകൊണ്ട് ഞാനിത് കറിയിലേക്ക് ചേർത്ത് കൊടുത്താണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നമ്മൾ നേരത്തെ ചേർത്ത മസാലകളെല്ലാം നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കട്ടെ. അതിനുശേഷം നമുക്കിതൊന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറേശ്ശെയായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഊറി വരുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. അപ്പോഴേ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തുറന്നപ്പോഴത്തേക്ക് ഇത്രയും വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് പറഞ്ഞല്ലോ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ആണെങ്കിൽ ഈ വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ചപ്പാത്തിയോ പൊറോട്ടയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ചോറിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഞാനിത് 1 കപ്പ് വെള്ളമുണ്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നോക്കി വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഏകദേശം ചെറിയ രീതിയിൽ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർത്തത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റൗവ് ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മല്ലിയില ചേർത്തിട്ട് നമ്മൾ ഇളക്കിയില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൽ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചോട്ടെ. അപ്പോൾ ഇനി നമുക്ക് ചിക്കന് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ അതേ നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല കിടുക്കാച്ചി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.